നമുക്ക് എല്ലായിടത്തും ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഫിറ്റ്നസ് സെന്ററിൽ വന്നാലും ട്രെയിനേഴ്സ് ഉണ്ട്. പിന്നെന്താ വ്യത്യാസം എന്താണ്? ഇവിടെ 40ഓളം സ്റ്റാഫുകളുള്ള ഒരു ഫിറ്റ്നസ് സെൻ്ററാണിത്. ഫിറ്റ്നസ് സെൻ്റർ നടത്താൻ ശരിക്കും ഒരു 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു മിനിമം 8 പേര് 10 പേര് 12 പേര് മതി മാക്സിമം. ഇത് 12,000 സ്ക്വയർ ഫീറ്റിൽ 3 നിലയിലുള്ള ഫിറ്റ്നസ് സെൻ്ററാണ്. പക്ഷേ ഇത്രയും സ്റ്റാഫിൻ്റെ ആവശ്യം എന്താണ്? എനിക്ക് വരുന്ന ഓരോ ഒരാളും അവിടെ അനാഥരാകാൻ പാടില്ല. അതായത് ആളുകൾ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ ഒരു ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വ്യായാമം ചെയ്യാൻ പാടുള്ളൂ. അതിന് PT എടുക്കണം നിർബന്ധമില്ല. പക്ഷേ PT എടുക്കുന്നത് പേഴ്സണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്നത് എനിക്ക് 6 മാസം കൊണ്ട് എനിക്ക് ഇങ്ങനെ ചേഞ്ച് വരണം, എനിക്കൊരു ട്രെയിനർ തനിയെ വേണം, എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഒരു ഇഞ്ചുറി ഉണ്ട്, അപ്പോൾ എനിക്കൊരാൾ വേണം എന്ന ആവശ്യമുള്ളവർക്കാണ് നമ്മൾ ഈ പേഴ്സണൽ ട്രെയിനർ കൊടുക്കുന്നത്. ഞാൻ പേഴ്സണൽ ട്രെയിനിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. കാരണം നിങ്ങൾ വരുന്നത് എൻ്റെ അടുത്തൊരു സർവീസ് ആവശ്യപ്പെട്ടാണ് വരുന്നത്. നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ എനിക്ക് പണം തരികയാണ് അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് തരണം. എനിക്ക് മറ്റ് ഫിറ്റ്നസ് സെൻറ്റർ, കാരണം അവർക്ക് സാധിക്കില്ല, അവർക്ക് ബിസിനസ്സാക്കി എടുക്കാനേ കഴിയുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു 50ാമത്തെ വയസ്സിലാണ് ഞാനുള്ളത്. എനിക്കിതെൻ്റെ ഒരു അഡ്രസ്സ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആരോഗ്യ മേഖലയിൽ പുതിയൊരു കാഴ്ചപ്പാടാണ്, ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള. ജനങ്ങൾക്ക് മുഴുവനും ആരോഗ്യമാണ് ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്നുള്ളത് ആണ് എൻ്റെ ലക്ഷ്യം. ഇവിടുത്തെ ഡയറ്റീഷ്യൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ഹരിത അല്ലേ? ഹരിതയുടെ അഭിപ്രായത്തിൽ എന്താണ് നമ്മുടെയൊക്കെ ഒരു ഫുഡ് സ്റ്റൈൽ? ഇപ്പോൾ ഒരു പപ്സ് കഴിക്കുകയാണ്, ഒരു പപ്സ് രാവിലെ കഴിച്ചാൽ മതിയോ? ഇല്ല, കാരണം പപ്സ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അകത്തൊക്കെ നമ്മൾ ലൈക്ക് ജങ്ക് ഫുഡ്സ് ഓവറായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഇപ്പം കണ്ടുവരുന്ന ദിവസമാണ് ഹൃദയാഘാതം മൂലം മരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ റിപ്പോർട്ട്സിൽ കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം വന്ന് മരിക്കുന്നവർ നമ്മുടെ കേരളത്തിലാണ്. 50% നോക്കിയിട്ടുണ്ട്, അതിൽ പകുതിയും 50 വയസ്സിന് താഴത്തോട്ടുള്ളവരാണ് ഇപ്പം ഹൃദയാഘാതം വന്ന് മരിക്കുന്നവർ. ജങ്ക് ഫുഡ്സ് ഓവറായിട്ട് കഴിക്കുമ്പോൾ സംഭവിക്കുന്ന നമ്മുടെ ബോഡിയിൽ ട്രാൻസ് ഫാറ്റ് കൂടിയിട്ട് കൊളസ്ട്രോൾ, അതുപോലെ തന്നെ BP ഒക്കെ കൂടിയിട്ട് ഡയബറ്റിക് ഒക്കെ വരാനുള്ള ചാൻസ് ഇപ്പം കൂടുതലാണ്. അതിപ്പം കൂടാനുള്ള മെയിൻ റീസൺ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാത്തതും, അതുപോലെ ഫുഡിൻ്റെ ഹാബിറ്റ്, നല്ല രീതിയിൽ വാരി വലിച്ച് ഫുഡ് കഴിക്കുക, ഓവർ വെയിറ്റ്, പിന്നെ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മളൊക്കെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ തൂമ്പെടുത്ത് കളിക്കാനൊന്നും പോകുന്നില്ല, ഇരുന്നുള്ള വർക്കൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് പോയിട്ട് അതിൻ്റെ ഇരട്ടി കാലറിയിൽ ഫുഡ് കഴിക്കുന്നു. അപ്പം വർക്കൗട്ട് കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, ഉറക്കം കറക്റ്റ് ആവുന്നില്ല. സത്യം പറഞ്ഞാൽ വർക്കൗട്ട് ഇപ്പം ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെന്നിട്ട് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കാം, അതില്ലെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ടും കാര്യമില്ല. ഇത് ശരിക്കും ആൽക്കലൈൻ വാട്ടർ ആണ്. ഇത് പതഞ്ഞിരിക്കുന്നത് ഇത് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ്. അത് ആൽക്കലൈൻ ആയതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഒരു ഗ്ലാസ്സിൽ നമ്മുടെ കുടിക്കാൻ ഉപയോഗിക്കുന്ന സോഡ ഒഴിക്കുന്നു. അതിലേക്ക് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന ലിക്വിഡ് ഒഴിച്ച് നോക്കാം, കളർ എന്താണെന്ന് നോക്കാം. കളർ ഒരു റെഡിഷ് വന്നു. സോ ഇത് അസിഡിക്കാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ നമ്മുടെ ശരീരവും അസിഡിക് ആവും. ഈ അസിഡിക് ആവുന്നതുകൊണ്ടാണ് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരുന്നത്. ഇത് ഗ്രീൻ ബ്ലൂ ആ ഷെയ്ഡിലേക്ക് വരുമ്പോൾ ഇത് ആൽക്കലൈൻ പ്രോപ്പർട്ടി കാണിക്കുന്നതുകൊണ്ടാണ് ഈ ഷെയ്ഡ് വരുന്നത്. ഇത് നമുക്ക് നോർമൽ ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മെഡിക്കേഷൻ പർപ്പസിനുള്ള വെള്ളമായിട്ട് ഇതിന് ഫിൽറ്റർ ചെയ്ത് കിട്ടും. നമുക്ക് ബ്യൂട്ടി കെയർ മീൻസ് ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റ് കൂടുതലായിരിക്കും ആൽക്കലൈൻ വെള്ളം വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ ട്രീറ്റ്മെൻറ്റും എല്ലാ ബ്യൂട്ടി കെയർ പരിപാടികളും ഈ ആൽക്കലൈൻ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എറണാകുളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ നമുക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം അവർക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകാനുണ്ടെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് വർക്കൗട്ട് മുടങ്ങരുത്, പക്ഷേ വൃത്തിയായി പോവുകയും വേണം. അപ്പോൾ ഇവിടെ വന്ന് കുളിച്ച് ഫ്രഷായി സ്റ്റീം ബാത്തൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ബ്യൂട്ടി പാർലറിൽ കയറി അവർക്ക് അവരുടേതായിട്ടുള്ള മേക്കപ്പ് വർക്കുകളൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് പോകാനുള്ള സൗകര്യമുണ്ട്, ഉണ്ടാവും. അതിനും കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ലൈഫ് ചേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് നമ്മൾ പ്രധാനപ്പെട്ട ഏരിയ ആണ്. സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ശരിക്കും സംസാരിക്കേണ്ട എക്സ്പേർട്ട് ഇവിടെയുണ്ട്. യോഗ ട്രെയിനർ കൂടിയാണ് നിശാന്ത്. പല രീതിയിൽ സ്ട്രെസ് ആരോഗ്യത്തെ ബാധിക്കും. ഈ തരത്തിലുള്ള പഠനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ വരുന്നവരേക്ക് ഇത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവരുടെ ഡോപ്പമൈൻ, ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ ഇതൊക്കെ ആക്റ്റീവ് ആവും, കൂടും. അതോടൊപ്പം സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്ന അഡ്രിനാലിൻ കുറയുകയും ചെയ്യും. അപ്പോൾ അഡ്രിനാലിൻ കുറയുമ്പോൾ നമുക്ക് സ്ട്രെസ് കുറയും. സ്ട്രെസ്സിനോടൊപ്പം കുറേ ഒരു പാക്കേജാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്ക് ഗ്യാസ്ട്രിക് അസുഖങ്ങൾ ഉണ്ടാവാം, അസിഡിറ്റി ഉണ്ടാവാം, മൈഗ്രെയിൻ ഉണ്ടാവാം. അപ്പോൾ ഇതൊരു പാക്കേജാണ്. മൈൻഡ് കാമായിട്ട് സ്ട്രെസ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ നമുക്കൊരിക്കലും ഈ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ചില രീതിയിൽ നമ്മൾ ചില ആസനങ്ങൾ കൊടുക്കുന്നു, പ്രാണായാമം കൊടുക്കുന്നു, ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ കൊടുക്കുന്നു, മുദ്രകൾ കൊടുക്കുന്നു, ഇതൊക്കെ കൊടുക്കുമ്പോൾ ക്രിയകൾ കൊടുക്കുന്നു. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കറക്റ്റായിട്ടുള്ള കൊടുത്താൽ അവർക്ക് മാറ്റം ഉണ്ടാകും. മാറ്റം ഉണ്ടാവാതെ നമ്മൾ അവരോട്
ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം. അപ്പോൾ ഒരു 1-2 ആഴ്ച കൊണ്ട് അവർക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ അവർക്ക് കൂടുതൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇതെങ്ങനെ മാറി എന്നുള്ളത്. അപ്പം നമ്മൾ അതിൻ്റെ തിയറി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഗൾഫിലൊക്കെ ഒരുപാട് ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ബിസിനസ്സൊക്കെ വിട്ടിട്ട് ഇപ്പോൾ കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ മക്കളും ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. മക്കളെല്ലാം ഇവിടെ തന്നെ നിൽക്കാം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് അച്ഛനൊപ്പം ഈ ബിസിനസ്സിൻ്റെയോ ഇല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അതെന്താ കാരണം ഇങ്ങനെ കേരളത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ? ഒരു ഫിറ്റ്നസ് ട്രെയിനറായിട്ടാണ് ദുബായിൽ എത്തിപ്പെടുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം തന്നെ ഒരു മാസത്തിനുള്ളിൽ ഞാൻ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. അവിടുത്തെ അറബികൾ ഞാനായിട്ടൊരു ബന്ധം കൊണ്ട് അവരെനിക്ക് തരികയും ചെയ്യുന്നു. അവിടെ നിന്ന് തൊട്ട് പിന്നീടുണ്ടായ ഒരു യാത്രയിലാണ് ഈ 1026 ഫിറ്റ്നസ് സെൻറ്റർ വന്നത്. പിന്നെ ഡീസൽ ട്രേഡിങ്, ഇൻറ്റീരിയർ കമ്പനി, ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ മാനുഫാക്ചറിങ്, അങ്ങനെ വലിയൊരു വ്യവസായ മേഖലയിലേക്ക് മാറിപ്പോയി. പക്ഷെ പിന്നീട് ഒരു 6 വർഷം മുമ്പുണ്ടായ ഒരു ചതിയിൽ ഞാൻ കേരളത്തിൽ എത്തപ്പെടേണ്ട വന്നു. എനിക്ക് ലഭിക്കേണ്ട നീതി കിട്ടാതെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും കുടുംബമൊക്കെ, എൻ്റെ അമ്മ, ജ്യേഷ്ഠൻ എല്ലാം എന്നോടൊപ്പം തന്നെയുണ്ട്. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഈ ആൾക്കാരുടെ തർക്കങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റ് അത് ഇവിടെ വെച്ച് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. നമ്മളൊരു ജിം സെറ്റപ്പിൽ കാണുന്ന ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു സാധനം ഇൻകോപ്പറേറ്റ് ചെയ്തപ്പോൾ എനിക്കത് കൗതുകം തോന്നി. ആൾക്കാരുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇവിടെ ഒരുപാട് നിയമ സംവിധാനങ്ങളുണ്ടല്ലോ. നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്. ഇപ്പോൾ കാപ്പ് പഞ്ചായത്തുകൾ പോലുള്ള സംവിധാനങ്ങൾ നമ്മളിപ്പോഴും എതിർക്കാറുള്ളതാണ്. അങ്ങനത്തെ പരിപാടികൾ, അങ്ങനെ ബോഡികളൊന്നും പാടില്ല, നിയമപരമായി പോകണം. ഇത് യഥാർത്ഥത്തിൽ എന്താണ്? നിയമത്തിന് സഹായം ചെയ്യുകയാണോ? അതായത് സാമ്പത്തികമായിട്ട് കോടതികളിൽ പോയിട്ട് കേസ് തീർക്കാൻ കഴിയില്ലാത്ത ആൾക്കാരുണ്ടാവും. രണ്ടുപേർ തമ്മിലൊരു വിഷയമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ ഒരാൾ വേണം. തർക്ക പരിഹാര സെൽ എന്ന് പറഞ്ഞ സംവിധാനമാണ് ഞാനിവിടെ ചെയ്യുന്നത് ശരിക്കും. പിന്നെ ഇവിടെ തന്നെ വരുന്നവരുടെ ഒരുപാട് ഫാമിലീസ്. അതൊരു സംഘടനയായിട്ടാണോ ചെയ്യണേ? അല്ല, ഒരു സംഘടനയുണ്ട്. IBA എന്ന് പറഞ്ഞൊരു സംഘടന എനിക്കുണ്ട്. IBA ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ. ഞാൻ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. പക്ഷെ അത് മുഖാന്തരമല്ല, ഞാനൊരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം. അത് കോടതിക്കും പോലീസിനും ഒന്നും എതിരായിട്ടല്ല ചെയ്യുന്നത്. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരു വിഷയമായിട്ട് വരുന്നു, അത് രണ്ടുപേരെയും സംസാരിച്ച് ആ വിഷയം ക്ലോസ് ചെയ്ത് സന്തോഷത്തോടെ അവരെ ചേർത്ത് വിട്ട് പറഞ്ഞയക്കുന്നു. ഒരുപാട് അതിര് തർക്കങ്ങളായിക്കോട്ടെ, ഇല്ലെങ്കിൽ പണമിടപാടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്, നിരന്തരം ഇടപെടുന്നുണ്ട്. എനിക്കൊരു ദിവസം 10-15 പേരെങ്കിലും മിനിമം എന്നെ കാണാൻ വരുന്നതും സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തു പോകുന്നു മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു സാമ്പത്തികാവസ്ഥ വേണം. ഇപ്പോൾ തന്നെ ഇത് വലിയൊരു ജിമ്മാണ്. ഇത് കാണുമ്പോൾ നമ്മൾ സാധാരണ ജിമ്മിനെ പോലെ സ്ക്വയർ ഫീറ്റ് കുറഞ്ഞ ഒരു ജിമ്മല്ല, വലിയ ഫെസിലിറ്റീസ് കൊടുത്തു തന്നെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇതൊക്കെ എങ്ങനെയാണ്? എനിക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതിന് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ ചെയ്യുന്ന പരിപാടികളുമായിട്ട്, അതായത് സെറ്റിൽമെന്റ് ഇല്ലെങ്കിൽ ആളുകളെ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഞാൻ ഇതുവരെയും, എനിക്ക് തോന്നുന്നു ഞാനൊരു 10-17 വർഷമായി ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിഷയങ്ങൾ തീർക്കുന്ന ഒരു കാര്യങ്ങളിൽ നിന്നുകൊണ്ടിരിക്കുന്നു. ഒരാളുടെ അടുത്തൊന്നും ₹1 വാങ്ങുകയോ ഒരു ചായ വാങ്ങി കുടിക്കുന്ന പരിപാടി ചെയ്തിട്ടില്ല ഇത്. ഞാൻ പറഞ്ഞില്ല, മനുഷ്യനാണ്, സഹജീവികളുടെ കരുണ ഉണ്ടാകണം. അവൻ്റെ വിഷമം എൻ്റെയും വിഷമമാണ്. അതായത് വയനാട് മാത്രമല്ല പ്രളയം വരിക, മുല്ലപ്പെരിയാറും ചിലപ്പോൾ സംഭവിക്കാം. അപ്പോഴും നമ്മുടെ മുറ്റത്ത് മാത്രം വെള്ളം വരുമ്പോഴേ എനിക്ക് വിഷയമുള്ളൂ എന്ന് വിചാരിക്കരുത്. അതായത് അവൻ്റെ വീട്ടിലെ പിന്നെ മൂക്ക് ക്യാൻസറാണ്, ഇല്ലെങ്കിൽ ആ കുട്ടിയെ പീഡിപ്പിച്ചു, അവളെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടെയല്ലേ, ഇവിടെയല്ലല്ലോ, എനിക്കല്ലല്ലോ ക്യാൻസർ, എനിക്കല്ലല്ലോ വിഷയം, അല്ലേ? അപ്പോൾ അങ്ങനെയല്ല വരേണ്ടത്. ഈ മക്കളൊക്കെ പഠിക്കേണ്ടത് ഇതാണ്. ഇപ്പോൾ ഇവിടുത്തെ മക്കൾക്ക് ഈ ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഈ ചിന്തയില്ല, സെൽഫിഷാണ് ഭയങ്കരമായിട്ടും. അവരുടെ കാര്യം മാത്രം നോക്കി ഒരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റുകളും ഈ ലോകത്തോടില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അത് മാറ്റണം ശരിക്കും.